പാറ്റകളുടെ പേരിൽ ദില്ലി കത്തിക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അക്രമകാരികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഒടുവിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ അനുരാഗ് കുമാറിന് ദേശീയ സുരക്ഷാ നിയമം 1980 ദേശീയ സുരക്ഷാ നിയമം NSA പ്രകാരമുള്ള അധികാരങ്ങൾ അടുത്ത മാസം ഒക്ടോബർ 18 വരെ നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ NSA പ്രകാരം കമ്മീഷണർക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയാമോ? ഒരുത്തരം പിടിച്ചാൽ അവനെ 12 ദിവസം മുതൽ 12 മാസം വരെ ജയിലിലടയ്ക്കാൻ പറ്റും. ജാമ്യം കിട്ടത്തില്ല. കോടതികളിൽ ഹാജരാക്കേണ്ട കാര്യമില്ല. അറസ്റ്റ് ചെയ്താൽ തടവിൽ കിടക്കും. 12 ദിവസം വേണോ 12 മാസം വേണോ എന്ന് പോലീസിന് തീരുമാനിക്കാം. കാരണം ഡൽഹിയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതൊന്നുമല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് മുതൽ ബിഗ് ന്യൂസ് വരെയുള്ള, അങ്ങനെ ഒരു ചാനലുണ്ടല്ലോ അല്ലേ, വരെയുള്ള ചാനലുകൾ പറയുന്നത് പച്ചക്കള്ളമാണ്. മലയാളത്തിലെ മനോരമ മുതൽ മാതൃഭൂമി വരെയുള്ള പത്രങ്ങൾ, മാധ്യമമൊന്നും ഞാൻ പറയേണ്ട കാര്യമേ ഇല്ല, പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. അവിടെ വലിയ വയലൻസാണ് നടക്കുന്നത്. നിങ്ങൾ കേട്ടോ, രേഖാ ശർമ്മ എന്ന ASIയുടെ കഥ കേട്ടോ നിങ്ങൾ? ഡൽഹി പോലീസിലെ ASI ആണ്. അവർ പോലീസ് ഡ്യൂട്ടിക്ക് അവിടെ നിൽക്കുമ്പോൾ 4 മാസം ഗർഭിണിയായിരുന്നു. സമരക്കാർ വന്നിട്ട് ഗർഭിണിയാണ് ഇവരെന്നറിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, അവർ ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ കല്ലെടുത്ത് അവരുടെ വയറിനിടിച്ചു. ഏതെങ്കിലും മാധ്യമം പറഞ്ഞോ പിള്ളേരെ തല്ലി, പിള്ളേരെ പിച്ചി മാന്തി എന്നൊക്കെ പറയുന്നുണ്ട്? പിള്ളേർ, ഏത് പിള്ളേർ? ഒരു വീഡിയോ കാണിക്കാം. ഹക്കിം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വയസ്സൻ, വേഷവും വസ്ത്രവും കണ്ട ആരാണെന്നറിയാം? ഹക്കിം മുഹമ്മദ് സുൽഫിക്കർ എന്ന് പറയുന്ന ഇയാൾക്ക് ഡൽഹിയിൽ സുൽഫിക്കർ ഫാർമസി എന്നൊരു ഫാർമസി ഉണ്ട്. അയാൾ സമരത്തിന് വന്നിട്ട് പച്ചത്തെറി വിളിക്കുകയാണ്. പച്ചത്തെറി സമരത്തിന് വന്നിരിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ഒരുത്ത പോയിട്ടുണ്ടെന്ന് അലി അംജദ്. അവൻ പോയത് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് മാറ്റണം, മോദിയെ ഇപ്പോൾ വീഴിക്കാം എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകൾ മുഴുവൻ അങ്ങ് പോവുകയാണ്. സമരം അങ്ങ് ഏറ്റെടുത്തു. ആരാണ്? ഖലിസ്ഥാൻവാദികളായ സിഖുകാർ വാളുമായിട്ട് വന്നിരിക്കുന്നു, മഴുവായിട്ട് വന്നിരിക്കുന്നു. ഈ വീഡിയോ ഒന്നും ഇവിടുത്തെ ഒരു മാധ്യമവും കാണിക്കത്തില്ല. അങ്ങനെ അതിഭീകരമായ വയലൻസ്, അക്രമം നടത്തിക്കൊണ്ടിരിക്കുക. നിരവധി പോലീസുകാർക്ക്, 158 പോലീസുകാർക്ക് പരിക്ക്. ഇന്ന് 6 പേർക്ക് പരിക്ക്. ഡൽഹി കൊണാട്ട് പ്ലേസ് അസിസ്റ്റന്റ് കമ്മീഷണർ വിവേക് ഭരതിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് സംഭവിച്ചതാണ്. RML ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു. റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പോലീസിന് നേരെ വ്യാപകമായ അക്രമം. ഇവരുടെ ആവശ്യം പോലീസിനെ കൊണ്ട് വെടിവെപ്പിക്കുക എന്നുള്ള ഒരു വെടിവെപ്പ് വേണം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവർ പറയുന്നുണ്ടല്ലോ, എന്താണ്? ഒരു വെടിവെപ്പിലൂടെ 1-2 രക്തസാക്ഷികളെ കിട്ടിയാൽ മോദിയെ ഇപ്പോൾ താഴെ ഇറക്കാം. അതിനുവേണ്ടി എല്ലാത്തരം സാമൂഹ്യ വിരുദ്ധ പരിപാടിയും ചെയ്യുകയാണ്. അഭിജിത്ത് ദീപ്ക തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, കുറേ ആളുകൾ പുറത്തുനിന്ന് വന്ന് വയലൻസ് നടത്തുകയാണ്, അത് BJP-ക്കാരാണെന്ന്. ഈ പറഞ്ഞ ഊശാൻ താടിയും തൊപ്പിയും വെച്ച് വരുന്നവരൊക്കെ BJP-ക്കാരല്ലേ? ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, മുസ്ലിമുകൾ, അരാജകവാദികൾ, സാമൂഹ്യ വിരുദ്ധർ തുടങ്ങി സകലരും ഡൽഹിയിൽ അഴിഞ്ഞാടുകയാണ്. അതുകൊണ്ടാണ് രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തു, നിങ്ങൾ കണ്ടു കാണാൻ പലരും. നമ്മുടെ പ്രേക്ഷകരുടെ സങ്കടം കൊണ്ട് ചെയ്ത വീഡിയോ. മോദിജി, അങ്ങ് കുറച്ചെങ്കിലും ഒന്ന് ഫാസിസ്റ്റ് ആവൂ. അങ്ങയുടെ പേരങ്ങനെയാണ്. അങ്ങയെ അവർ വിളിക്കുന്ന മരണത്തിൻ്റെ വ്യാപാരി എന്നാണ്, ഫാസിസ്റ്റ് എന്നാണ്. നരാധമൻ എന്ന് വിളിച്ച മലയാളികളുണ്ട്. പക്ഷേ അങ്ങയെ ചീത്ത പറയാം, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അങ്ങയെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയാം, അങ്ങയുടെ അഭിവന്ധിയായ സ്വർഗീയ മാതാവിനെക്കുറിച്ച് പറയാം. ഈ രാജ്യത്തൊന്നും സംഭവിക്കില്ല, ഒരു കേസും ഉണ്ടാവത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത പറയാൻ ആർക്കും ഭയപ്പെടേണ്ട, കിട്ടിയാൽ കൊന്നുകളയുമെന്ന് പറയാൻ ഭയമില്ലാത്ത തരത്തിലേക്ക് അക്രമി സംഘത്തെ അഴിച്ചുവിടുന്നതിന് കാരണം ഈ രാജ്യത്തിൻ്റെ മക്കളാണ് അവരെന്നുള്ള അങ്ങയുടെ സ്നേഹമാണ്, അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ വാത്സല്യമാണ്. അതവർ മുതലെടുക്കുന്നു. ഈ രാജ്യത്തെ വെട്ടിമുറിക്കുമെന്ന് പറയുന്നവരെ ഇനി പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. NSA പ്രയോഗിക്കണം. NSA ഉപയോഗിച്ച് പിടിച്ച് ജയിലിലടക്കണം, കൈകാര്യം ചെയ്യണം. രാജ്യത്തിനെതിരെ വലിയ കലാപമുണ്ടാക്കുകയാണെങ്കിൽ, ആസൂത്രിതമായി കലാപം ഉണ്ടാക്കുകയാണെങ്കിൽ, നീറ്റ് പരീക്ഷയുടെ പേരിൽ ആരാ ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ കാര്യം എന്താണ്? ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ല എന്നാലും നമ്മുടെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നില്ലേ? ചോദ്യപേപ്പർ ചോർന്നോ? കഴിഞ്ഞ വർഷം ചോർന്ന അങ്ങനെയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ട്രോങ് റൂമിൽ വന്നു. അവിടെ നിന്നൊരു സ്കൂളിൻ്റെ
സ്ട്രോങ് റൂമിലേക്ക് കൈമാറി. സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അത്രയേ ഉള്ളൂ. പിന്നെ നോക്കേണ്ട സ്കൂൾ അധികൃതരാണ്. അവിടെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ മുസ്ലിം നാമധാരിയായ പ്രിൻസിപ്പൽ അത് തുറന്ന് ഒരാൾക്ക് സ്റ്റാറ്റ് എടുക്കാൻ കൊടുത്തു. അത് ചോർച്ചയാണോ? അത് കൊള്ളയാണ്, മോഷണമാണ്. ഇത്തവണ സംഭവിച്ചത് എന്താണ്? ഇത്തവണ സംഭവിച്ചതും പരീക്ഷാ പേപ്പർ ഉണ്ടാക്കിയത് മറാത്തി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ചുമതല ഉണ്ടായിരുന്ന കെമിസ്ട്രി അധ്യാപകൻ അയാൾ എന്ത് ചെയ്തു? അത് ആ ചോദ്യപേപ്പറിലെ വിവരങ്ങൾ കുറേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇനി എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർച്ച കണ്ടുപിടിച്ചത്? ചോദ്യപേപ്പർ ചോർച്ചയാണെങ്കിൽ മെയ് 3-നാണ് പരീക്ഷ നടത്തിയത്. പരീക്ഷ നടന്ന് 3-4 ദിവസങ്ങൾക്കകം NTA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി തന്നെ, കേന്ദ്ര സർക്കാർ തന്നെയാണ് പേപ്പർ ചോർച്ച ഉണ്ടായത് കണ്ടെത്തി പരീക്ഷ റദ്ദാക്കിയെന്ന് മാത്രമല്ല, പുതിയ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. മെയ് 15-ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പത്രസമ്മേളനം വിളിച്ച് പരീക്ഷ റദ്ദാക്കുകയാണ്. ഇതുമൂലം കുട്ടികൾക്കുണ്ടായ വിഷമത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് ആ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വരെ സഹായം തേടി വളരെ ഭംഗിയായി നടത്തി. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടറൈസ്ഡ് പരീക്ഷ എന്ന് ഉറപ്പാക്കി. പിന്നെ എന്താണ് പ്രശ്നം? രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴടക്കം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എത്ര പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അത് ഭരിക്കുന്ന പാർട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ അച്ചടിക്കുന്നിടത്ത് ചോർന്നു പോയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ഉണ്ടാക്കിയ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പരീക്ഷാ പേപ്പർ ആ ബോർഡിൻ്റെ ചെയർമാൻ അറിഞ്ഞുകൊണ്ട് ചോർത്തി എന്നതിൻ്റെ പേരിൽ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നൊക്കെ പറയുന്നവർ ഈ രേഖ ശർമ്മയുടെ കാര്യം മിണ്ടുമോ? ഒരു വനിതാ പോലീസ് ഓഫീസർ, അവർ ഗർഭിണിയാണ്, 4 മാസം, അവരുടെ വയറ്റിൽ വന്ന് കല്ലുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് പറയുമ്പോൾ ചിലർ ചോദിക്കുന്നത്, അല്ല വനിതാ പോലീസ് ഓഫീസർ ഗർഭിണിയാണ്, എന്തിനാണ് ഡ്യൂട്ടിക്ക് വിട്ടത്? അവിടെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് 3 മാസം 4 മാസം ഉള്ളവർ ഡ്യൂട്ടിക്ക് പോകണ്ടേ? അവിടെ അക്രമം നടത്തുമെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. കാരണം വിദ്യാർത്ഥികളുടെ സമരം എന്നല്ലേ പറയുന്നത്. വിദ്യാർത്ഥികൾ സമാധാനപരമായിട്ട് സമരം ചെയ്യും. സമാധാനപരമായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികൾ തല്ലിച്ചതച്ചു എന്നാണ് പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത്? മഴുവും വാളും ഒക്കെ ആയിട്ട് വരുന്നു. ഇനി തോക്കൂടെ വരാനുള്ളൂ. പക്ഷേ ഈ സമരത്തെ ഇനി അങ്ങനെ വെറുതെ വിടണ്ടെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് NSA അധികാരങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, തീഹാർ കാണാം. കേരളത്തിൽ നിന്ന് വണ്ടി പിടിച്ച് പോയിട്ടുള്ളവരുണ്ടല്ലോ, ഇന്നൊരു തന്ത ഇട്ടിരിക്കുന്നുണ്ട്, എൻ്റെ മകൻ ഡൽഹിക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പോയിട്ട് വാ മോനെ എന്ന് പറഞ്ഞു. വീരചരമം അടയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂരമാണ്, എന്നാൽ പോലും പറയാൻ തരമില്ല. കാരണം അക്രമം നടത്താൻ, രാജ്യത്തെ വെട്ടിമുറിക്കാൻ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ, സ്വന്തം മകനോട് പണ്ട് യുദ്ധത്തിന് പോകുന്ന പോലെ പോയി വരൂ മകനെ എന്ന് ആശീർവദിച്ച് വിടുന്ന തന്തയുണ്ടെങ്കിൽ മകൻ്റെ ശവോടക്ക് കാണാൻ യോഗം ഉണ്ടാവണം എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാനൊരു രാജ്യസ്നേഹിയാണ്. എൻ്റെ രാജ്യത്തിനെ വിഭജിക്കാൻ, രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരായാലും അവരോട് മമത ഒട്ടുമില്ല. ചിലർ പറയാറുണ്ട്, നമ്മുടെ രാജ്യത്തിനെതിരായ നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ ഇരുട്ടി വെളുക്കും മുമ്പ് അതിനെ ഫിനിഷ് ചെയ്യണം. ഒരു തർക്കമില്ല. അതിനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് NSA അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാക്കി തുടർ നടപടികൾ പിന്നാലെ വരുമെന്ന് കരുതുന്നു. ഈ കുട്ടികളെ കൊണ്ട് ചൂടുചോറ് വാരിക്കാം എന്ന് കരുതി ഇറങ്ങിയ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇവരെ കൊലയ്ക്ക് കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണകൂടം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ പരിധിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ, പോലീസിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ യൂണിഫോമിലുള്ള മനുഷ്യരെ ആക്രമിക്കലല്ല, സിസ്റ്റത്തെ ആക്രമിക്കലാണ്. സിസ്റ്റത്തെ ആക്രമിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ സിസ്റ്റം ഒന്ന് കുലുങ്ങി. ഇനി സിസ്റ്റം തിരിച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ നിലവിളിച്ചിട്ട് ഇരവാദമുയർത്തിയിട്ട് ഒരു കാര്യവുമില്ല. കടുത്ത നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കണം. അത്യാവശ്യം ബലം പ്രയോഗിക്കേണ്ടി വന്നാൽ ബലം പ്രയോഗിക്കുക തന്നെ വേണം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ ഓർക്കുന്നില്ലേ? അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ ജനാധിപത്യമുള്ളത് കൊണ്ടാണ് ഇത്രയും സമയം കിട്ടിയത്. ഇനി ഒരു ദിവസം പോലും ഈ അരാജകത്വം രാജ്യതലസ്ഥാനത്ത് അനുവദിക്കാൻ പാടില്ല. അടിച്ചൊതുക്കണം, തുടച്ചു നീക്കണം.
അതിന് ഭരണകൂടത്തിൻ്റെ പക്കലുള്ള എല്ലാ അധികാരങ്ങളും വിനിയോഗിക്കുക തന്നെ വേണമെന്നാണ് രാജ്യസ്നേഹികൾ ആഗ്രഹിക്കുന്നത്. അത്തരം നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്കിതിനെ കാണാം. ഏതായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ വാർത്തകൾ ദില്ലിയിലെ ഈ ഭീകരവാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അക്രമികളുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത്. കാരണം ഇത് പറയാൻ കേരളത്തിൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യണേ.